സമാധാനത്തോട് അടുക്കുന്തോറും സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് പശ്ചിമേഷ്യ. കരാർ ഉടൻ ഒപ്പിടുമെന്ന ഘട്ടം വന്നപ്പോൾ അമേരിക്ക ഇറാനിൽ ബോംബുകൾ വർഷിക്കാൻ തുടങ്ങി, ഇറാൻ തിരിച്ചടിക്കാനും. ഈ തക്കം നോക്കി ലെബനനിൽ വീണ്ടും ആക്രമണം നടത്തി ഇസ്രയേലും അവരുടെ അജണ്ട വെളിവാക്കി. ലെബനനെ ആക്രമിച്ചാൽ ഒരു കരാറിനും വരില്ല എന്ന് ഇറാൻ പറഞ്ഞതിന് പിന്നാലെ ഇറാനിലെ ഖഷം ദ്വീപിൽ അമേരിക്ക ബോംബിട്ടു. ഇറാൻ മറുപടി നൽകിയിരിക്കുന്നത് കുവൈറ്റിലും ബഹ്റൈനിലും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിക്കൊണ്ടാണ്. ഇറാനിയൻ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആക്രമണ പരമ്പരയെ വിജയകരമായി പരാജയപ്പെടുത്തിയെന്നാണ് US സൈന്യത്തിന്റെ അവകാശവാദം. ഇറാന്റെ ഖഷം ദ്വീപിൽ നടത്തിയത് പ്രതിരോധ ആക്രമണങ്ങളാണ് എന്നും US സൈന്യം അവകാശപ്പെടുന്നുണ്ട്. ബഹ്റൈനിലെ US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനവും മേഖലയിലെ ഒരു പ്രത്യേക വ്യോമത്താവളവും ആക്രമിച്ചുവെന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡുകളുടെ അവകാശവാദം US സെൻട്രൽ കമാൻഡ് നിഷേധിക്കുന്നുണ്ട്. അയൽദേശത്തേക്ക് ഇറാൻ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചുവെങ്കിലും അവ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിൽ എത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് സെൻകോം പറയുന്നത്. കുവൈറ്റിലേക്ക് തൊടുത്ത 2 ഇറാനിയൻ മിസൈലുകൾ വഴിമധ്യേ വീഴുകയോ തകരുകയോ ചെയ്തുവെന്നും ബഹ്റൈനിലേക്ക് വിക്ഷേപിച്ച 3 മിസൈലുകൾ US ബഹ്റൈൻ വ്യോമ പ്രതിരോധ സേനയും തടഞ്ഞുവെന്നുമാണ് വിശദീകരണം. ഖഷം ദ്വീപ് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫെബ്രുവരി 28-ന് US ഇസ്രയേലുമായും യുദ്ധം ആരംഭിച്ചതിന് ശേഷം ടെഹ്റാൻ ഫലപ്രദമായി അടച്ചിട്ട ഗൾഫ് പ്രധാന കപ്പൽ മാർഗമാണ് ഇത്. എണ്ണയ്ക്കും വാതകത്തിനും വേണ്ടിയുള്ള ഈ പ്രധാന മാർഗമാണ് ലോകവിപണിയിൽ എണ്ണയെത്തിക്കാൻ കപ്പലുകൾ തെരഞ്ഞെടുക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി IRNA പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ഖഷം ദ്വീപിലെ ആക്രമണത്തിന് ചുട്ട മറുപടി നൽകി US സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി റവല്യൂഷണറി ഗാർഡ്സ് അവകാശപ്പെടുന്നുണ്ട്. ഏപ്രിൽ 8 മുതൽ അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തൽ നിലവിലുണ്ട്. എന്നാൽ സംഘർഷത്തിന് അന്ത്യം കുറിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയുമാണ്. ചർച്ചകൾ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല എന്നാണ് ഇറാനിയൻ സർക്കാർ പറയുന്നത്. നേരത്തെ അമേരിക്കൻ ഉപരോധം ലംഘിച്ച് ഇറാൻ തുറമുഖത്തേക്ക് പോകാൻ ശ്രമിച്ച ഒരു കപ്പലിനെ US സൈന്യം ആക്രമിച്ചു. ഏപ്രിൽ 13 മുതൽ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമം നടന്നുവെന്നും അങ്ങനെ ശ്രമിച്ച 6 കപ്പലുകളെ US തടഞ്ഞുവെന്നും സെൻകോം അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഇറാൻ യുദ്ധം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ട്രംപിന്റെ പ്രിയപ്പെട്ട BB അഥവാ ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിനെയും തമ്മിൽ തെറ്റിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇറാനെതിരെ അവർ ഒരുമിച്ചാണ് യുദ്ധത്തിന് പോയത്. എന്നാൽ നെതന്യാഹുവിനെ ട്രംപ് ഭ്രാന്തൻ എന്ന് വിളിച്ചത് ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ബോംബ് വയ്ക്കുമെന്ന് നെതന്യാഹു ഭീഷണി മുഴക്കിയിരുന്നു. ഇത് ഇറാനുമായുള്ള ചർച്ചകളെ ദുർബലപ്പെടുത്തുമെന്ന് ഭയന്ന ട്രംപ് ഫോണിലൂടെ നെതന്യാഹുവിനെ അധിക്ഷേപിച്ചതായി ആക്സിയോസ് വാർത്താ ഏജൻസിയും ABC ന്യൂസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നീ ഭ്രാന്തനാണ്, ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ നീ ജയിലിലായേനെ, ഞാൻ നിന്നെ രക്ഷിക്കുകയാണ്, ഇപ്പോൾ എല്ലാവരും നിന്നെ വെറുക്കുന്നു, ഇതുമൂലം എല്ലാവരും ഇസ്രയേലിനെ വെറുക്കുന്നു. ഇങ്ങനെ ഫോണിലൂടെ ട്രംപ് നെതന്യാഹുവിനെതിരെ ആക്രോശിച്ചതായാണ് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രയേലി മാധ്യമങ്ങൾ പക്ഷേ ഈ സംഭാഷണത്തിലെ വിവരങ്ങൾ നിരസിച്ചിട്ടുണ്ട്. ബെയ്റൂട്ടിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനും ഹിസ്ബുള്ളയുമായുള്ള വെടിവയ്പ് നിർത്താനും ഒരു കരാറായെന്ന് പറഞ്ഞതിന് ട്രംപ് തന്റെ പോസ്റ്റുകളിൽ നെതന്യാഹുവിനോട് നന്ദി പറഞ്ഞ് മുഖം രക്ഷിച്ചുവെന്നും പറയുന്നു. എന്നാൽ അവർ തമ്മിലെ പിണക്കം ആദ്യമായല്ല എന്നും അവസാനത്തേത് ആയിരിക്കില്ല എന്നും വിശകലന വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട്. നെതന്യാഹുവും US പ്രസിഡന്റുമാരും തമ്മിലുള്ള വ്യക്തിപരമായ സംഘർഷങ്ങൾ പുതിയതല്ല എന്ന് ഇസ്രയേലിലെ മുൻ അംബാസിഡറും ഇപ്പോൾ അറ്റ്ലാന്റിക് കൌൺസിലിലെ അംഗവുമായ ഡാൻ ഷാപ്പുറോ പറയുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി ആക്രമിക്കാൻ 3 പതിറ്റാണ്ടുകളായി US പ്രസിഡന്റുമാരെ പ്രേരിപ്പിക്കാൻ നെതന്യാഹു ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ട്രംപിൽ മാത്രമാണ് ഒരു പ്രത്യയശാസ്ത്ര പങ്കാളിയെ കണ്ടെത്താൻ നെതന്യാഹുവിന് കഴിഞ്ഞത്. അധികാരത്തിൽ 2ാം തവണ എത്തിയതിനു ശേഷം നിരവധി തവണ ട്രംപിനെ ഇസ്രയേൽ പ്രധാനമന്ത്രി കണ്ടുമുട്ടിയിട്ടുണ്ട്. ഫെബ്രുവരിയിൽ യുദ്ധത്തിന് പോകണോ എന്ന് ഇരുമനസ്സായി നിന്ന ട്രംപിനെ യുദ്ധത്തിലേക്ക് വലിച്ചിട്ടതും നെതന്യാഹു തന്നെ. സംഘർഷം നീണ്ടു നിൽക്കുമ്പോൾ യുദ്ധച്ചെലവും നെതന്യാഹുവുമായുള്ള സൗഹൃദവും കൈപൊള്ളിക്കുന്നു. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇരു നേതാക്കൾക്കും രാഷ്ട്രീയമായി നഷ്ടപ്പെടാൻ ഏറെയുണ്ട്. രണ്ടും വലതുപക്ഷ കക്ഷികളാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നവംബറിൽ എത്തുകയാണ്. 6 മാസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിച്ച് US സമ്പദ് വ്യവസ്ഥയെ കരകയറ്റാനാണ് ട്രംപിന്റെ ശ്രമം. കോൺഗ്രസിന്റെ നിയന്ത്രണം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ലഭിക്കുമോ എന്നത് ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചിരിക്കും. ഇറാൻ യുദ്ധത്തിൽ ഇസ്രയേലിന്റെ കൽപ്പനയ്ക്ക് വഴങ്ങുകയാണ് ട്രംപ് എന്നാരോപിച്ച് അദ്ദേഹത്തിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ വിഭാഗത്തിൽ നിന്നും വിമർശനങ്ങൾ നേരിടുന്നു.
എന്നാൽ ഇസ്രയേലിൽ നെതന്യാഹു വലതുപക്ഷ സഖ്യത്തിന്റെ തകർച്ചയാണ് അഭിമുഖീകരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗമായുള്ള തീവ്ര വലതുപക്ഷ കക്ഷികൾ ഇറാനെയും ലെബനനിലെ ഹൂതികളെയും ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞ് നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കുന്നു. ബെയ്റൂട്ടിനെ ആക്രമിക്കാനുള്ള പദ്ധതി പിൻവലിച്ചതിന് ശേഷം സുരക്ഷാ കാര്യങ്ങളിൽ ട്രംപിന് വഴങ്ങിയെന്ന വിമർശനങ്ങൾ നേരിടുന്നുമുണ്ട്. ട്രംപിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ബ്രോഡ്കാസ്റ്റർ ടക്കർ കാൾസൺ, മുൻ കോൺഗ്രസ് വനിത മർജോറി ടൈലർ ഗ്രീൻ എന്നിവർ ഇറാൻ യുദ്ധത്തിന് ഇസ്രയേലിനെയും ട്രംപിനെയും ഒരുപോലെ കുറ്റം പറയുന്നു. ഇസ്രയേൽ അമേരിക്കയെ പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചു. ട്രംപ് അതിന് അനുവദിച്ചതായും ഇവർ ആരോപിക്കുന്നു. ഇത് മാഗ പ്രസ്ഥാനം പ്രതിനിധീകരിക്കുന്ന അമേരിക്ക ഫസ്റ്റ് തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. ഇസ്രയേലിനെ പിന്തുണയ്ക്കുക വഴി നമ്മുടെ ആളുകൾ മരിക്കാൻ പോകുകയാണ് എന്ന് ഫോക്സ് ന്യൂസ് മുൻ അവതാരക മേഗൻ കെല്ലിയും അടുത്തിടെ അഭിപ്രായപ്പെട്ടിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടി വളരെ കാലമായി ഇസ്രയേൽ അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇറാൻ യുദ്ധത്തിന് ശേഷം ഭിന്നത കൂടി. 18നും 49നും ഇടയിൽ പ്രായമുള്ള റിപ്പബ്ലിക്കന്മാരിൽ 57% പേർക്കും ഇസ്രായേലിനെ പ്രതികൂലിക്കുന്ന അഭിപ്രായമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇത് 50%മായിരുന്നുവെന്ന് പ്യൂ റിസർച്ച് പോൾ വ്യക്തമാക്കുന്നുണ്ട്. അവശ്യ വസ്തുക്കളുടേതിന് ഉൾപ്പെടെയുള്ള വിലക്കയറ്റം ഇറാൻ യുദ്ധത്തിന്റെ സ്വാധീനം മൂലമാണ്. ഇത് നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ സാധ്യതകൾക്ക് ഭീഷണിയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ഡെമോക്രാറ്റുകൾക്ക് കോൺഗ്രസിന്റെ നിയന്ത്രണം ലഭിച്ചാൽ ട്രംപിന് 3ാം തവണയും ഇംപീച്ച്മെന്റ് പ്രമേയം നേരിടേണ്ടി വന്നേക്കാം. ഇസ്രയേലിൽ നെതന്യാഹു നേരിടുന്നത് സമാനമായതോ അതിലും കഠിനമായതോ ആയ വെല്ലുവിളികളാണ്. ലെബനൻ, ഇറാൻ, ഗാസ എന്നിവിടങ്ങളിൽ തുറന്ന യുദ്ധമുഖങ്ങളും സ്വന്തം നാട്ടിൽ അഴിമതി ആരോപണങ്ങളുടെ ഒരു പരമ്പരയുമുള്ള നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് പറയാം. നെതന്യാഹു അധികാരത്തിൽ കടിച്ചുതൂങ്ങാൻ വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ് എന്ന് ഇന്റർനാഷണൽ ക്രൈസിസ് ഗ്രൂപ്പിലെ മൈറാവ് സോൺസെയിൻ പറയുന്നു. ട്രംപ് യുദ്ധം മതിയാക്കി മറ്റു കാര്യങ്ങളുമായി മുന്നോട്ടു പോകാൻ ശ്രമിക്കുകയാണ്. നെതന്യാഹു പക്ഷേ ഇപ്പോഴും യുദ്ധത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നു. ഈ പുഷ് പുൾ രീതിയാണ് ഇറാൻ യുദ്ധത്തിന്റെ ദൈർഘ്യം കൂട്ടുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയാണ്. വെനസ്വലയ്ക്ക് ശേഷം എണ്ണഖനിയായ ഇറാനും അമേരിക്കൻ നിയന്ത്രണത്തിൽ ആകുമെന്ന് വല്ലാതെ ആശിച്ചു. നെതന്യാഹു ആശിപ്പിച്ചു എന്ന് പറയുന്നതാകും ശരി. യുദ്ധം ഏതാണ്ട് പാതിവഴി പിന്നിട്ടപ്പോൾ തന്നെ സത്യം ട്രംപിന് മനസ്സിലായി. പക്ഷേ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കണമെങ്കിൽ എന്തെങ്കിലും നേട്ടമുണ്ടായിരിക്കണം. നേട്ടമില്ലെങ്കിലും ലോകത്തെ അങ്ങനെ ധരിപ്പിക്കണം. അതിന് ഇറാനെ വിരട്ടി അമേരിക്കൻ നിബന്ധനകൾ അംഗീകരിപ്പിക്കണം. പക്ഷേ ആ ദിശയിലേക്കുള്ള ഓരോ ശ്രമത്തെ ഇറാൻ പുച്ഛിക്കുകയാണ് ചെയ്തത്. വിട്ടുവീഴ്ച ചെയ്താൽ ഇറാനോട് തോറ്റു എന്ന് പറയേണ്ടി വരും. അപ്പോൾ മഴയും കടുത്ത വെയിലും ഇടയ്ക്കിടെ മാറി വരുന്നതുപോലെ ഇറാനെ ഭീഷണിപ്പെടുത്തുകയും സമാധാന കരാർ എന്ന ഒലിവില കാട്ടുകയും ചെയ്യുന്നു. തന്റെ എല്ലാ പേക്കൂത്തിനും കൈയടിക്കുന്ന നെതന്യാഹുവിനെ ഒഴിവാക്കാനും ട്രംപിന് കഴിയില്ല. ഇസ്രയേലുമായുള്ള ദശാബ്ദങ്ങളായുള്ള സഹകരണം നിർത്തിയാൽ ഇസ്രയേൽ ഒറ്റപ്പെടും എന്നതും ഒരു സാധ്യതയാണ്. അതിനാലാണ് എബ്രഹാം ഉടമ്പടിയിൽ ഒപ്പിടാൻ അറബ് രാജ്യങ്ങളെ ട്രംപ് നിർബന്ധിക്കുന്നത്. അബ്രഹാമിക് മതങ്ങളായ ക്രിസ്തുമതം, ഇസ്ലാം, ജൂതമതം എന്നിവയുടെ പൊതുവായ പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്നതിനാണ് അബ്രഹാം ഉടമ്പടികൾ എന്ന പേര് തെരഞ്ഞെടുത്തത്. ഇത് ഇസ്രയേലിനെ അറബ് രാജ്യങ്ങളുമായി സഹകരിപ്പിക്കാനാണ് ട്രംപ് കിണഞ്ഞ് ശ്രമിക്കുന്നത്. പക്ഷേ ഷിയ മുസ്ലിങ്ങൾ ഭരിക്കുന്ന ഇറാൻ അതിന് തയ്യാറാകില്ല എന്ന് ഉറപ്പാണ്. തന്റെ പരിശ്രമങ്ങൾ സഫലമായാൽ നൊബേൽ പുരസ്കാരത്തിന് വീണ്ടും അവകാശവാദം ഉന്നയിക്കാമെന്നതാണ് ട്രംപിന്റെ മനസ്സിലിരിപ്പ്.